നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് യൂണിവേഴ്സൽ മെസ്സേജ് എനർജിയാണ്. ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നാണ്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങളുടെ കറൻറ്റ് സമയം, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പുകൾ, ഇതെല്ലാം കണക്റ്റ് ചെയ്താണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. കർമ്മ ബേസ് ആയിട്ടുള്ള എനർജി നോക്കുന്നുണ്ട്. ഏത് വ്യക്തിയുമായിട്ടാണ് നിങ്ങൾക്ക് കർമ്മ ബേസ് എനർജി നിൽക്കുന്നതെന്നും എല്ലാം നമ്മൾ നോക്കിയാണ് കേട്ടോ റീഡിങ്സ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റെസനേറ്റ് ആകുന്ന ഒരു ഇൻഫർമേഷൻ ലഭിക്കണമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്ത് റീഡിങ്സുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് ആഗ്രഹിക്കുന്നത്, കടബാധ്യതയിൽ നിന്നും നിങ്ങൾക്കൊരു കര കയറണമെങ്കിൽ, കരിയർ പാതയിൽ നല്ലൊരു സ്റ്റെബിലിറ്റിയോട് കൂടിയ നല്ലൊരു ജോബ് ലഭിക്കണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും ഐക്യവും വേണമെങ്കിൽ, അതുപോലെ നിങ്ങളുടെ മക്കളുടെ ജീവിത പുരോഗതി, കരിയർ, വിവാഹം, പഠന സംബന്ധമായ സിറ്റുവേഷൻസുകൾ, അവരുടെ അധ്യാപകരിൽ നിന്നുള്ള സ്നേഹവും റെസ്പെക്റ്റോട് കൂടിയുള്ള അവരുടെ ഒരു ഒരു വിദ്യാഭ്യാസ കാലഘട്ടം മൂവിങ് ചെയ്തു പോകാൻ, ഇതിനെല്ലാം നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്ട്രഗിൾ എനർജിയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് അഫർമേഷൻസ് എന്നത്. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ എനർജി, വൈഫിൻ്റെ എനർജി, ഇതിലെല്ലാം ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ട് നിങ്ങൾക്കൊരു അഫർമേഷൻസ് ഡെയിലി തയ്യാറാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അക്ഷരങ്ങളുടെ മാജിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നിങ്ങളത് കൺഫ്യൂഷനോട് കൂടി ചിന്തിക്കേണ്ട, ലോജിക്കലി പോകാതെ മാജിക്കിൽ, മിറാക്കിളിൽ നിങ്ങളൊന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വിശ്വാസം, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. ഏറ്റവും വലിയൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രപഞ്ചം നിറയെ എപ്പോഴും ഒരു പോസിറ്റീവ് ആകുന്ന ഒരു എനർജി കണക്റ്റഡ് ആണ്. മാനിഫെസ്റ്റിംഗ് എനർജി എന്ന് പറയുന്ന ആ ഒരു കാര്യത്താൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ പ്രപഞ്ചം. നമ്മൾ എവരി ടൈം എന്താണോ ചിന്തിക്കുന്നത്, ആഗ്രഹങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. വല്ല സമയങ്ങളിലുമൊക്കെയാണ് നമ്മൾ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഒരു നിമിഷം ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങളോട് ഒരു നിമിഷം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണോ അതാണ് തഥാസ്തു എന്ന എനർജിയോട് കൂടി, ഇൻഷാ അല്ലാ, ആമേൻ എന്ന ആ ഒരു എനർജിയോടുകൂടി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ശത്രുവിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ പോലും നിങ്ങൾക്ക് ശത്രുവായിത്തീരും. ഏറ്റവും കൂടുതൽ നിങ്ങൾ നിരാശേനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ദുഃഖങ്ങളെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ പരാജയത്തെയാണ്, എനിക്കൊരിക്കലും ഒരു ഗതിയും വരില്ല, ഞാൻ എവിടെ ചെന്ന് പെട്ടാലും എനിക്കിത് തന്നെയാണ് അവസ്ഥ, നീ ഏതി തൊട്ടാലും എൻ്റെ അവസ്ഥ ഇത് തന്നെയാണല്ലോ എന്നുള്ളൊരു ചിന്തയിൽ, അതായത് പരാജയത്തെക്കുറിച്ചാണ് നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ ഒരു മാറ്റവുമില്ല. നിങ്ങൾക്ക് കൂടുതൽ പരാജയത്തെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ജന്മത്തെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈശ്വരൻ എന്തിനാ എനിക്കിങ്ങനൊരു ജീവിതം തന്നേന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങൾക്കതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. വീണ്ടും ഈശ്വരനോട് ആ ചോദ്യം ചോദിക്കാൻ പറ്റും. നിങ്ങൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഒരു മില്യണെയർ ആവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ, വലിയ വ്യക്തികളെ അനുകരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ അറിയാതെ ഓരോ പടിയായിട്ട് നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ, പോസിറ്റിവിറ്റികൾ വരാൻ തുടങ്ങും. നിങ്ങൾ പ്രണയത്തെയാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ, എല്ലാവരെയും ഞാൻ സ്നേഹിക്കും, എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 100 ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ച് തഥാസ്തു എന്ന എനർജിയോട് കൂടി വരാൻ തുടങ്ങും. അപ്പം അത് നിങ്ങളുടെ മക്കളിൽ പോലും അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ മോശമാണ് പറയുന്നതെങ്കിൽ, നമ്മുടെ മക്കൾ നല്ല മിടുക്കരാണ്, പക്ഷെ പറയാം അവൻ അത്ര വലിയ മിടുക്കനൊന്നുമല്ല, പഠിക്കാനൊക്കെ മോശമെന്ന് മറ്റുള്ളവരോട് നിങ്ങൾ വെറുതെ തമാശയ്ക്ക് നിങ്ങളുടെ മക്കൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടുന്ന കാര്യങ്ങളെ മറച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ മറച്ചു പിടിക്കാനൊക്കെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മനസ്സിലാക്കുക, നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മളിലേക്ക് കണക്റ്റഡ് ആകും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പോലും അത് ബാധിക്കും. അപ്പോൾ എപ്പോഴും ഏറ്റവും നല്ലതിനെക്കുറിച്ച് പറയാനും
ഏറ്റവും നല്ലതിനെക്കുറിച്ച് നല്ലതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴൊക്കെ ശ്രമിച്ചു തുടങ്ങുന്നോ, നിങ്ങൾ ദുഃഖത്തെ മറന്ന് ആ ദുഃഖത്തിൽ പോലും നിങ്ങളൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ, അവിടെ ഒരു ചിരി നിങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചാൽ 100% ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേഞ്ച് ആകും. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ നിങ്ങൾ എപ്പോൾ ത്യജിച്ച് കളയുന്നു, നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുന്നു. ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും നിങ്ങൾ മറ്റൊരാൾ എടുത്ത് തരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റിൽ നിന്നും നിങ്ങൾ ഏത് നിമിഷം പുറത്ത് കടക്കുന്നു, ആ സമയം മുതൽ നിങ്ങൾ വിജയിയാണ്, ഒരു സക്സസ് എനർജിയിലാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ മുന്നോട്ടേക്ക് പോവുക. എപ്പോഴും നമ്മൾ ഒരു പടി ഉയരത്തിലേക്ക് നോക്കുക. നമ്മളുടെ കാരണവന്മാർ പണ്ട് പറയാറുണ്ട്, നീ താഴെയുള്ളവനെ നോക്കുന്നു, ഒരിക്കലും നമ്മൾ താഴേക്ക് നോക്കരുത്. നമ്മൾ ഓരോ പടിയും കയറുമ്പോൾ വീണ്ടും വീണ്ടും മുകളിലേക്ക് നോക്കാൻ ശ്രമിക്കുക. അടുത്തത് ഞാൻ ഇന്നതിലേക്ക് എത്തും, അടുത്ത സിറ്റുവേഷൻ എൻ്റെ ഇന്ന സാഹചര്യമായിരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ ഓരോ പടി ഓരോ നിമിഷവും നിങ്ങളിങ്ങനെ മാനിഫെസ്റ്റിംഗ് ചെയ്യുക. പവർഫുള്ളായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മറ്റുള്ളവർ പോലും അസാധ്യമെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് പോലും അസാധ്യമെന്ന് തോന്നുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. അതിനെക്കുറിച്ച് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പൊയ്ക്കൊള്ളുക. എപ്പോഴും ചിന്തയെ വളരെ ശ്രദ്ധിക്കണം. മാനിഫെസ്റ്റേഷൻ ആവുന്ന ഒരു കാര്യം നമ്മളുടെ സ്വപ്നങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ ചിന്തയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ ആവുന്നത്. അത് നമ്മുടെ സ്വപ്നമായിരിക്കണം, നമ്മുടെ ആഗ്രഹമായിരിക്കണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റുള്ളവർ ചെയ്തതും മറ്റുള്ളവരിൽ നിന്ന് നേരിടേണ്ടി വന്നതും മറ്റുള്ളവരോട് തോന്നുന്ന ശത്രുഭാവങ്ങളും വെറുപ്പും ഇതൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. കൂടുതൽ ജോബ് വേണം. ചിലർ പറയുന്ന കേൾക്കാം, എനിക്ക് ആ ജോലിയിൽ നിന്ന് ചേഞ്ച് ആവണം, തടസ്സം ഇന്ന വ്യക്തികളാണ്, എനിക്ക് ഇന്ന വ്യക്തികളിൽ നിന്ന് മോശമായ സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ജോലിക്ക് ചേഞ്ചിങ് വരുത്താൻ പറ്റുന്നില്ല, മാറ്റം വരുന്ന ആ കാര്യം ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും, അതാണ് നമ്മൾ കണക്റ്റഡ് ആകുന്നത്. അതേസമയം നമ്മൾ നമുക്ക് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിനെ കൈകൊണ്ട് മനസ്സുകൊണ്ട് തട്ടി മാറ്റുക. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിനെ ഫോക്കസ് ചെയ്യുക, അത് മാനിഫെസ്റ്റ് ചെയ്യുക കേട്ടോ. അത് കൂടുതൽ ചിന്തിക്കുക. ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ ആവുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഒരു ആക്ഷൻ കാർഡാണ് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ്. അതായത് ഒരു വിദേശവാസമൊക്കെ ആഗ്രഹിക്കുന്നവർ, കരിയർ പാതയിൽ എന്തെങ്കിലും ആക്ഷൻ ആഗ്രഹിക്കുന്നവർ, പുതിയതായിട്ട് സ്ഥലം വാങ്ങാനോ വീട് വാങ്ങാനോ കാറ് വാങ്ങാനോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യത്തിന്, ഒരു സ്ട്രോങ് ആയ, അതായത് ഒരു സ്ഥിരതയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നാണ് കാണുന്നത്. ഒരുപോലെ തന്നെ പൂർണ്ണതയുള്ളതും സത്യസന്ധവുമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരു പോസിറ്റീവ് ആകുന്ന ഒരു അത്ഭുതം നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിള് വരാൻ പോകുന്നു. അത് കരിയർ പാതയെ ബേസ് ചെയ്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളെ ബേസ് ചെയ്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട പല കാര്യങ്ങളെയും വസ്തുതകളെയും ബേസ് ചെയ്താവാം. ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ചിലരെ സംബന്ധിച്ച് വിവാഹത്തെ കണക്റ്റ് ചെയ്തുമാവാം കേട്ടോ. മാര്യേജ് എനർജിയിലേക്കൊക്കെ നിങ്ങളുടെ കുടുംബത്തിനുള്ളിലോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ, അതല്ല എങ്കിൽ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മാര്യേജിനെ ബേസ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യമെല്ലാം നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആണ്. ശരിക്കും നിങ്ങൾ അനുഭവിച്ച ഒരു വേദനയെ നിങ്ങൾ മറികടക്കാൻ പോവുകയാണ് കേട്ടോ. ആരെങ്കിലും നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ, ആ ചീറ്റിങ്ങിൽ നിങ്ങൾ ഇത്രയും നാളും സ്തംഭന അവസ്ഥയിലാണ് നിന്നതെങ്കിൽ 100% നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻസിൻ്റെ ആ ഒരു മുറിവ് നിങ്ങൾക്ക് ഉണങ്ങിയിരിക്കുന്നു. ആ ഒരു മുറിവിൻ്റെ പാട് വരെ നിങ്ങളിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി മറ്റൊരു എനർജിയിലേക്ക്, അതായത് മറ്റു കാര്യങ്ങളിലേക്ക് ആക്ഷൻ എടുക്കാൻ പാകത്തിനായിരിക്കുന്നു എന്നാണ് കാണുന്നത്. ട്രാവൽ സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമാണ് കേട്ടോ. ഒരു ഇമോഷണൽ പെയിനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട്. തടസ്സങ്ങൾ മാറുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സമയത്തിൻ്റെതൊക്കെ ആവാം, അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാതെ എടുത്ത് ചാടിയ ചില സിറ്റുവേഷൻസിൻ്റേതാവാം. നിങ്ങൾക്ക് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, ആ സിറ്റുവേഷൻസൊക്കെ ബ്ലോക്കായിട്ടോ അതൊക്കെ അവസാനിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി, ആ ഒരു വെല്ലുവിളി, എപ്പോഴും ഒരു ഇമോഷണൽ പെയിനോട് കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച്
നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസ്, ഒരു ഇമോഷണൽ ചീറ്റിങ്, എപ്പോഴും നിങ്ങളിൽ തന്നെ നിങ്ങളൊരു ചീറ്റിംഗ് ഫീലിങ്സ്, അതായത് ഒരു ആത്മസംതൃപ്തി കുറവ്, കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു പവർ എനർജിയിലേക്ക് മാറുന്നു. നിങ്ങളൊരു ആക്ഷൻ എടുക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻ്റൽ പവർ, ഒരു വിൽ പവർ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ ചതിച്ച ചില വ്യക്തികളുടെ ഒരു റീയൂണിയൻ പ്രസൻസ് നിങ്ങളിൽ വരും, ചീറ്റിംഗ് ചെയ്ത വ്യക്തികളുടെ. നിങ്ങൾക്കത് നിസ്സാരമായിട്ട് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികമാകുന്ന ഒരു പവർ എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഒരു സെൽഫ് ലവിലേക്ക് ചേഞ്ച് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഏസ് ഓഫ് വൺസിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. പുതിയ തുടക്കമാണ്. ഒരു പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലായിരിക്കാം നിങ്ങൾക്കൊരു പുതിയ തുടക്കം, നിങ്ങളൊരു പുതിയൊരു വ്യക്തിയായി തീരുന്ന സിറ്റുവേഷൻസ്. കരിയറിലേക്ക് നോക്കുമ്പോൾ നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകുന്നു. ഒരു പക്ഷേ ഒരു ജോലി ചേഞ്ചിങ് ആവാം, ജോലി കയറ്റമാവാം, സാലറി ചേഞ്ചിങ് ആവാം. നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആണ്, ഒരു എന്താ പറയുക, ഒരു പവറാണ് നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്ന. നിങ്ങൾ ഒരു പക്ഷേ ഒരു ഭയത്തോടു കൂടി നിന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നു. നിങ്ങളിലൊരു വ്യക്തിത്വം ചേഞ്ചിങ്, അതായത് ഒരു പേഴ്സണാലിറ്റി ചേഞ്ചിങ് വരുന്നു. മറ്റെല്ലാവരെയും നിങ്ങൾ പേടിച്ച് നിന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നേരിടാനുള്ള ഒരു പവർ ഇല്ലാതിരുന്ന, അതൊരു കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്കൊരു പവർ കുറവ്, ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നെങ്കിൽ, കോൺഫിഡൻസ് ഇല്ലായ്മ, അതാണ് നമുക്ക് ആ ഒരു ധൈര്യം കുറവ് വരുന്ന ഒരു എന്താ പറയുക, ഒരു ഉൾഭയം എപ്പോഴും വരുന്നത്. ഫേസ് ടു ഫേസ് നമുക്ക് ക്ലിയർ കട്ടായിട്ട് നോ പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ. ഇതിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെയാണ് ചേഞ്ചിങ് വരുന്നത് കേട്ടോ. നിങ്ങൾ മാറുകയാണ്, നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നു. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും ഉറച്ച രീതിയിൽ നഷ്ടവും ലാഭവും ഒന്നും നോക്കാതെ മുന്നോട്ടേക്ക് സഞ്ചരിക്കാനൊക്കെയുള്ള ഒരു വിൽ പവർ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആക്ഷൻ എനർജിയാണ് കേട്ടോ. സ്ട്രോങ് ആയിട്ട് ചില ആക്ഷനുകൾ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ്. കാലം മാറുന്നു കേട്ടോ, നിങ്ങളുടെ സമയം ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. കുറച്ച് ആളുകളിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നെങ്കിൽ, ശത്രുക്കളിൽ നിന്നാണെങ്കിലും കൂടെ സ്നേഹത്തോടെ കൂടി നിൽക്കുന്ന ചില വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നു. ആ ബ്ലോക്കേജ് നിങ്ങൾക്ക് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മളെല്ലാവരും നമ്മളെ ചേർത്ത് പിടിക്കുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഉള്ളിൽ നെഗറ്റീവ് വെച്ച് നമ്മുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. കുടുംബത്തിനുള്ളിലുണ്ടാവും, സൗഹൃദ വലയങ്ങളിലുണ്ടാകും, നമ്മുടെ കരിയർ പാതയിലുണ്ടാവും, നമ്മുടെ ഒരു ട്രാവലിംഗ് എനർജിയിൽ, ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയിൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികളിൽ ഒരുപാട് പേരെ നമ്മൾ എല്ലാവരെയും വളരെ ശ്രദ്ധയോടുകൂടി ബൗണ്ടറി ഇട്ട് നിർത്തുകയാണെങ്കിൽ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. എല്ലാവരോടും നമ്മൾ മിങ്കിൾ ചെയ്ത് വളരെ കണക്റ്റഡ് ആയിട്ട് ചേർത്ത് പിടിക്കാൻ നിന്നാൽ നമ്മൾ ദുരാവസ്ഥകൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് സമയം ചേഞ്ചിങ് ആകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളുടെ സമയത്തിൽ മാറ്റം വരുന്നു. നിങ്ങൾക്ക് ചില സെലിബ്രേഷനുകൾ, ബ്ലോക്കായിട്ട് നിന്നിരുന്ന, വിവാഹത്തിനൊക്കെ കാലതാമസമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഇനി മക്കളുടേതാവാം, സഹോദരങ്ങളുടേതാവാം, എത്ര ശ്രമിച്ചിട്ടും വിവാഹം പോലുള്ളൊരു സെലിബ്രേഷൻ സാധിക്കാത്ത വിധം നിന്നിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്ന് ആ ഒരു സമയം ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. ഒരു മാര്യേജിനെ സംബന്ധിച്ചുള്ള കാര്യം വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് പുതിയ വീടൊക്കെ വെച്ച് അതിലേക്കൊരു സെലിബ്രേഷൻ്റെ 4 പേരെ കൂട്ടി നിങ്ങളുടെ ഒരു ഹൗസ് വാമിംഗ് ഒക്കെ നടത്തുന്ന സിറ്റുവേഷൻസ് ഉടനെ വരുന്നു. അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ അതിനു വേണ്ട തയ്യാറെടുപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിജയത്തിൻ്റെ സമയമാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരുന്നത്. നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മോശമായി അല്ലെങ്കിൽ നിങ്ങൾ തല കുനിച്ച് നിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വിജയത്തിൻ്റെ സമയമാണ്. ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ തന്നെ ഒരു പ്രൗഡായ സ്ട്രോങ് ആയ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു മെച്യൂരിറ്റി വരുന്നുണ്ട്. ഏറ്റവും മെയിനായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു തളർന്ന മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക, അതായത് ആരോടും നോ പറയാൻ പറ്റാതെ ആർക്കും നമ്മുടെ കാര്യങ്ങളെ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ടൈം ചെലവഴിച്ചു കൊണ്ടിരുന്ന വ്യക്തികളെ സംബന്ധിച്ച്
വളരെ ശക്തമാകുന്നൊരു പേഴ്സണാലിറ്റി ചേഞ്ചിങ് വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചേഞ്ചിങ് തന്നെയാണ് കേട്ടോ. അത് വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. അതുപോലെ കരിയർ പാതയിലൊക്കെ നിങ്ങളെ ഫോക്കസ് ചെയ്തെടുത്തൊരു വിജയം വരുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രൗഡായ ഒരു സിറ്റുവേഷൻസ്, ഒരുവിധം ഏജിലേക്കൊക്കെ എത്തിയവർ നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ടോപ്പ് സിറ്റുവേഷൻസിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു വലിയ വിജയം, ഒരു പക്ഷേ ഒരു ജോലി കയറ്റമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബിനെ സംബന്ധിച്ച് ഒരു സക്സസ് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഒന്നിലധികം സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു വിജയം നേടിയെടുക്കാൻ അല്ലെങ്കിൽ വിജയസംബന്ധമാകുന്ന ഒരു അഭിനന്ദനമൊക്കെ നേരിടാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ പോരാടിയ, യുദ്ധം ചെയ്ത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം വരുന്നു. നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ശത്രുക്കളുണ്ടായിരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങളെ തളർത്താൻ അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ നിങ്ങൾക്ക് മുന്നിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ, തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മറികടന്ന് നിങ്ങളൊരു വിജയഗാഥ നേടിയെടുത്തിരിക്കുന്നതായിട്ടാണ്, അല്ലെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് ചുവട് വെക്കാൻ പോകുന്നത്. നിങ്ങൾ വിജയിക്കുന്നു. ഒന്നിലധികം കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിജയമാണ്. കാരണം നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കാലം, നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നു. നിങ്ങളുടെ കൂടെ ഉള്ളവരിലേക്ക് അതിൻ്റെ ഫലം വന്നു ചേരുന്നു. അതുപോലെ തന്നെ ചില ബന്ധങ്ങളിലൊക്കെ വിട്ടുപോയ, അതായത് ഇമോഷണലി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തുപോയെങ്കിൽ, അവസാനിപ്പിച്ച ആളുകളെ സംബന്ധിച്ച് റിയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ക്ലാരിറ്റിയോട് കൂടി, നിങ്ങൾക്ക് വ്യക്തമാകുന്ന ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള റിയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട്. അതുപോലെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത ഒരു ഗുഡ് ന്യൂസ് എനർജി, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങളിൽ ഒരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ മാറ്റി നിർത്തുകയോ നിങ്ങൾ മാറിപ്പോവുകയോ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടിരുന്ന ചില ബന്ധങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നുണ്ട്. ഒരു സക്സസ് വരുന്നു, ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു എന്താ പറയുക, ലോങ് ഡിസ്റ്റൻസ് ആയിരുന്ന വ്യക്തികൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു, കൂടിച്ചേരലിൻ്റെ ഒരു സമയം. ഹെയറോഫിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു തിരിച്ചു പിടിക്കുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു, പക്ഷേ ലീഗൽ പരമായിട്ടൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളെ നിങ്ങൾ നേരിടുന്നുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലൊക്കെ ലീഗൽ പരമായിട്ട് നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ഒരു തകർച്ചയെ സംബന്ധിച്ച് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളോ മറ്റുമൊക്കെ നിങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലീഗൽ പരമാകുന്ന പ്രശ്നങ്ങളെ രണ്ട് വ്യക്തികളെ ബേസ് ചെയ്ത് നിങ്ങളൊരു മധ്യസ്ഥ ചർച്ചയിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് അവസാനിപ്പിച്ച് കളയേണ്ടി വരുന്നുണ്ട്. അതല്ല പാസ്റ്റിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നുണ്ട്. അതായത് വീണ്ടും നിങ്ങൾക്കൊരു റിയൂണിയൻ പ്രസൻസ് ചിലരിലേക്ക് നോക്കുമ്പം അവസാനിപ്പിച്ച് കളയേണ്ടി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മാറിക്കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരിലും ഇല്ല, അത് മനസ്സിലാക്കുക കേട്ടോ. ഒരു വിധി നടപ്പിലാക്കപ്പെടുന്നുണ്ട്, ഒരു വിധി കേൾക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ നമുക്കൊരു റിയൂണിയൻ പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയി, പാസ്റ്റിലെ ഒരു എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള എനർജിയിൽ നോക്കുമ്പം അവിടെ തടസ്സമുണ്ടല്ലോ. നിങ്ങൾക്ക് മറ്റാരൊക്കെയോ നിങ്ങളെ വഴി തിരിച്ചു വിടുന്നുണ്ട്, അത് വേണ്ട, അതല്ലെങ്കിൽ പോസിറ്റീവ് അല്ല എന്നുള്ള ഒരു ഗൈഡൻസ് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിൽ സ്റ്റക്ക് ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവിടെയും ഒരു പക്ഷേ നിങ്ങൾക്ക് മേൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ നിന്നൊന്ന് ചോദ്യം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളോടൊരു അഡ്വൈസ് തേടുന്ന രീതിയിലോ ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻസുകൾ നിങ്ങളെ ബേസ് ചെയ്ത്, നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ ബേസ് ചെയ്ത് മറ്റുള്ളവരൊന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ച് കാണുന്നുണ്ട്. അവിടെ ഒരു ഫിനാൻഷ്യൽ ലോസിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കും, അതായിരിക്കും നിങ്ങൾ അത്രത്തോളം ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു സ്വപ്നമാണ്. അതുപോലെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയൊക്കെ വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു നല്ല ചേഞ്ചിങ് ദിവസമാണ് കേട്ടോ. കുറച്ചൊക്കെ ചില കാര്യങ്ങളിൽ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഒരു കൺട്രോളിൽ, നിങ്ങളുടെ ഒരു കൺട്രോളിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. കാരണം നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ
വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ചില സ്ഥലങ്ങളിൽ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ എപ്പോഴും ഒന്നിലധികം സാഹചര്യങ്ങളെ ബേസ് ചെയ്ത് തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കുണ്ടായിരുന്ന പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, അത് വ്യക്തികളുടെ രൂപത്തിലായിക്കോട്ടെ, സാഹചര്യങ്ങളെ ബേസ് ചെയ്തായിക്കോട്ടെ, നിങ്ങളുടെ ഇമോഷൻസിനെ ബേസ് ചെയ്തായിക്കോട്ടെ, നിങ്ങളെന്തെങ്കിലും തടസ്സങ്ങളെ നേരിടുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നൊരു പുതിയ തുടക്കമാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ടോട്ടലി നിങ്ങളിലൊരു ചേഞ്ചിങ്ങിൻ്റെ സമയമാണ്. ഒരു തിരിച്ചറിവൊക്കെ വരുന്നുണ്ട്, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നോ എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. ചീറ്റിംഗ് ചെയ്ത് നിങ്ങളെ ചതിച്ച് കടന്നുപോയ വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ നോ തന്നെയാണ് പറയേണ്ടത്. അതായത് ഒരു ബ്ലാക്ക് ഡെവിൾ എനർജി പ്രസൻസ് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു സൈൻ ലഭിക്കും കേട്ടോ. ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, സ്നേഹം പ്രകടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഡെവിൾ എനർജി പ്രസൻസ് ഉണ്ട്. അതായത് ഒരു വലിയ ചതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ആ സിറ്റുവേഷൻസിനെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കതിനുള്ള സൈൻ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ തരും കേട്ടോ. നിങ്ങൾ ചതിക്കപ്പെടാൻ പ്രപഞ്ചശക്തി ഒരിക്കലും സമ്മതിക്കില്ല. ഒരു ഡെവിൾ എനർജി നിങ്ങളുടെ ബന്ധങ്ങളിലാവാം, അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന്, സ്നേഹം പ്രകടിപ്പിച്ച് നിൽക്കുന്ന വ്യക്തികളിൽ നിന്നാവാം. ഒരു ഡെവിൾ എനർജി, ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾക്കെതിരെ ആരോ അങ്ങനെ ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട്, തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈൻ നിങ്ങൾക്ക് വരും കേട്ടോ. അതനുസരിച്ച് മുന്നോട്ട് പോവുക. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു ട്രാവലിങ്, ഒരു വീടൊക്കെ മാറാനോ നിങ്ങൾ അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടൊരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി ലൈഫിലോ ബന്ധങ്ങളിലോ ഒക്കെ ഫൈറ്റിംഗ് ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങളൊരു മാറിപ്പോകാം. അതായത് മറ്റെങ്ങോട്ടെങ്കിലും ഒരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമാകുന്നു. നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇഫ് യു ബിലീവ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു വിശ്വാസവും ഉറപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിലേക്ക്, ഒരു അബണ്ടൻസിലേക്ക്, ഒരു ലോട്ടറി ലക്ഷറി സിറ്റുവേഷൻസിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുന്നതിലേക്ക്, ഒരു ലോട്ടറി ഭാഗ്യത്തിൻ്റെ എനർജിയൊക്കെ. ഈ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി എടുക്കുന്നതല്ല കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില സക്സസ്സുകളാണ് നമുക്കൊരു ലോട്ടറി ഭാഗ്യത്തിലേക്ക് കണക്റ്റ് ചെയ്യുന്നത്. അതിനുള്ള യോഗമുണ്ട് എന്നാണ് എനർജി കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് ഉടനെ തന്നെ നേരിടാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്ന എനർജിയാണ് ഡിവൈൻ നൽകിയിരിക്കുന്നത് കേട്ടോ.